ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു റിക്കവറി വാൻ, അതായത് ഒരു ടോ ട്രക്കും കാര്യങ്ങളൊക്കെ എടുത്തു ഗൈസ്. അപ്പോൾ നമുക്ക് അന്ന് തന്നെ ഇന്നലെ വണ്ടി എടുത്തതേ ഉള്ളൂ, ഇന്ന് തന്നെ നമുക്കൊരു പണിയും കിട്ടി ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊക്കെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മളെടുത്ത ആ ഒരു വണ്ടി. ഓക്കെ, അത് എൻജിനും കാര്യങ്ങളൊക്കെ ഇവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ബോഡി ഒന്ന് പൊക്കി വെച്ചതാണ്, നമ്മൾ എൻജിനൊക്കെ ഒന്ന് റെഡിയാക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ പണിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ അടുത്തായിട്ടൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആയിട്ട് ജസ്റ്റ് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഏതാണ് ആംബുലൻസും ഒരു ഏതോ വണ്ടിയൊക്കെയാണ്. അപ്പോൾ നമ്മളേതായാലും ചെന്ന് വണ്ടിയെ പൊക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ആംബുലൻസ് ആയിരിക്കും നമുക്ക് തന്നു വിടുന്നതെന്ന്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമ്മളിതേ വണ്ടിയുടെ അകത്തൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ മിസ്തുബുഷിയുടെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ മിത്സുബിഷിയുടെ വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ പജേറോയും ലാൻസറും ഒക്കെ ഉള്ളൊരു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലാൻസറും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവർക്കും മിത്സുബിഷി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ പജേറോയും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരെ സെക്കൻഡ് ഹാൻഡ് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ഒരു ലാൻസറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ പോയി കാണുക ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, നേരെ നമ്മുടെ ഫ്ലാറ്റ് ബെഡ് ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോവാം. നമ്മൾ ഇന്നലെ വാങ്ങിച്ച് നേരെ കൊണ്ടുവന്ന് വീട്ടിലങ്ങ് ഇട്ടു. കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർക്കാനാണ്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് വളച്ച് തിരിച്ച് ഇതാണ് എൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ബമ്പർ ചെറുതായിട്ടൊന്ന് സീനുണ്ട്, അതെനിക്ക് തോന്നുന്നു ഇളകുമെന്ന് തട്ടിയെന്നാണ് തോന്നുന്നത് ഗൈസ്. ഓക്കെ, ഇപ്പം നല്ല ലോവറായിട്ടാണ് വണ്ടി വെച്ചേക്കുന്നത്. എന്തായാലും തട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഓൾഡ് വണ്ടിയാണ്. ഓക്കെ, അത് അധികം വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ പണിയുണ്ട്. നമുക്ക് മിക്കവാറും നമ്മൾ ഇവരെ എടുത്തുകൊണ്ട് പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട്. ഇല്ല, കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള സ്ഥലമൊക്കെ അവരിട്ടിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അങ്ങനെ പൊട്ടേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പണി കിട്ടിയുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുന്നത് ഗൈസ്. ഓക്കെ, ഇത് നല്ല പെതുക്കെ പോകുന്ന വണ്ടിയാണ്. ഇത് ഇവിടൊക്കെ ഇങ്ങനെ ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും നമ്മൾ? ഓക്കെ, നമ്മളെന്തായാലും ബ്രേക്ക് പിടിച്ച് ഇറക്കിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, തട്ടത്തില്ല. ഓക്കെ, സെറ്റ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ആയാൽ പോലും നമുക്ക് കുഴപ്പമില്ല, കാരണം ഇത് ഭയങ്കര ഒരു ഓൾഡ് വണ്ടിയാണ്. നമ്മുടെ 62 മോഡലാണെന്ന് തോന്നുന്നു, 1962 മോഡലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് വളച്ച് തിരിച്ച് കിടിലും സ്റ്റെബിലിറ്റിയൊക്കെ ഉള്ളൊരു കിണ്ണം കാച്ചിയൊരു വണ്ടിയാണിത്. ഓക്കെ, നമ്മളെ വണ്ടി ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് അധികം സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വണ്ടിക്ക് സ്പീഡൊന്നും അധികം എടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ഈ ഒരു വഴിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അധികം സ്പീഡും കാര്യങ്ങളൊന്നും ഈ വഴിയിൽ എടുക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ സ്പീഡ് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കത്തിലൊക്കെ നല്ല സ്പീഡ്. ഓക്കെ, ഇത് മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം മഴ പെയ്യുമ്പോൾ കിടിലൻ വൈബ് തരുന്നൊരു വണ്ടിയാണ്. അപ്പം അതേ കണ്ടില്ലേ. അപ്പം പിന്നെ നമ്മൾ ഈ വണ്ടിക്ക് സ്പീഡില്ല. ഒന്നാമത് ഇപ്പം തന്നെ സ്പീഡില്ല, ഇറക്കത്തിലൊക്കെയാണേ ഉള്ളൂ. വണ്ടി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ സ്പീഡ് തോന്നിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വർക്ക്ഷോപ്പ് വരെ കൊടുക്കുമ്പോഴത്തേക്ക് കയറ്റം ഇറക്കമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെയൊക്കെ ഈ ലോഡ് വെച്ചുകൊണ്ട് ഈ വണ്ടി കയറുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും മിസ്തുബിഷിയുടെ അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളൊരു ഫോർച്യൂണറായിരുന്നു ഗൈസ്. ഇവിടെ ഫുൾ ഇടിയുണ്ടായിട്ട് നിൽക്കുവാണ്. എല്ലാവരും ഹസാർഡും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആംബുലൻസുമായിട്ടാണ് ഇടിയുണ്ടായത്, പക്ഷേ നമ്മൾ ഫോർച്യൂണറാണ് കൊണ്ടുപോകേണ്ടത്. ഫോർച്യൂണറാണ് ഇടിച്ചത്. ഓക്കെ, കണ്ടില്ലേ, നമ്മുടെ ബമ്പറയോട്ട് ഒരുത്തം വന്ന് ഇടിച്ചിട്ടുണ്ട്. എന്തായാലും വണ്ടി ഇളകി കിടക്കുമായിരുന്നു. ഫുൾ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. പോലീസുകാരൊക്കെ പോകുന്നുണ്ട്. ഫുൾ ആക്സിഡൻ്റ് ആയത്. ഇപ്പം മഴയും പെയ്യും. നമുക്ക് അതിന് മുമ്പ് വണ്ടിക്കകത്തിലേക്ക് കയറാം. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പാലം. ഇവിടാണ് അപകടം നടന്നത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇവിടെ ആയിട്ടാണ് അപകടം നടന്നത്. ഓക്കെ, നമ്മുടെ വണ്ടി 24/7 പ്രവർത്തനമൊക്കെ ഉള്ള വണ്ടിയാണ്. നിങ്ങൾ വിളിച്ചോ, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ കഴിച്ചു. ഇപ്പോൾ 24/7 എന്നൊന്നും എഴുതിയിട്ടില്ല. 24 അത്ര മതി. പിന്നെ അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ചുകൊണ്ട് പോകും. ഓക്കെ, ഇതിനകത്ത് രോഗിയൊന്നും ഇല്ലായിരുന്നു കേസ്. നേരെ ചുമ്മാ അവരിങ്ങനെ ലൈറ്റ് സ്പീഡിൽ വന്നതാണ്. ഓക്കെ, പണി കിട്ടി. എല്ലാവരും ഇടിച്ച് നമ്മൾ പിന്നെ ഈ ഫോർച്യൂണറിനെ എടുത്തുകൊണ്ട് പോകേണ്ട ഗതികേടുമായി. ഓക്കെ, എന്തായാലും നമുക്ക് ഫണ്ട് കിട്ടുന്ന കാര്യമല്ലേ. സെറ്റ്, എന്തായാലും നടക്കട്ടെ. നമ്മളൊരു ബംഗാളിയാണെന്നൊക്കെ നമ്മുടെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. നമ്മൾ ആദ്യം കാണിച്ചായിരുന്നു. ഓക്കെ, റിവേഴ്സ് ഗിയർ ഇട്ട് നമ്മളിപ്പം റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഫസ്റ്റ് ഗിയർ ആണെന്ന് ഓർത്ത് ആക്സിലേറ്റർ ചവിട്ടി. ഓക്കെ, എന്തായാലും സെറ്റ്. നല്ല മഴയത്ത് കിടിലം വൈബാണ് ഗൈസ്. നമ്മുടെ സൈഡ് ഗ്ലാസ്സിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ വന്നിരിപ്പുണ്ട്. ഇവിടെ വൈപ്പർ ഇട്ട് കളയാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളായിരുന്നു. ഓക്കെ, ഈ ബംഗാളി ചേട്ടനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വണ്ടി പിടിച്ച് ബാക്കിലോട്ട് തെള്ളി കയറ്റി വെച്ച് തന്നത്. ഓക്കെ, കുറച്ച് നമ്മൾ സഹായിച്ച്. വണ്ടി ഓടുന്ന കണ്ടീഷൻ അല്ലായിരുന്നു, വണ്ടി സ്റ്റാർട്ടാവത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. ഇടിച്ച് എൻജിൻ ഫുള്ള് പോയെന്നാണ് പറയുന്നത്. പക്ഷേ വണ്ടിക്ക് കണ്ടിട്ട് കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ല. ഒന്നും കാര്യമായിട്ടുള്ളൊരു ഒരു
ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഈ വണ്ടിയൊക്കെ എത്തിക്കൊണ്ട് ഒരു വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാണ്. അവർ പറഞ്ഞായിരുന്നു ഈ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ മുമ്പ് അവിടെ പോയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഐഷറിൻ്റെ ഒക്കെ സ്റ്റിയറിങ് പോലെ തോന്നുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം, കിടിലൻ വണ്ടിയാണ്. ഇനി കയറ്റമൊക്കെ വരുന്നു ഗൈസ്. നമ്മളെപ്പോഴും പോകാറുള്ള ഒരു റൂട്ടിൽ കയറ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വണ്ടി ലോഡ് വെച്ചുകൊണ്ട് വലിക്കുമോ എന്ന് അറിയത്തില്ല. ഓക്കെ, എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതേ കുറേ ദൂരത്തിന് ശേഷം ഇങ്ങനെ ഓടി വന്നിട്ടുണ്ട്. നമ്മുടെ ബംഗാളി ചേട്ടനെ ഞാനും കൂടെ ഒരു ചായ കുടിക്കാനൊക്കെ കയറിയതാണ്. ഇനി ഒരു 10-15 കിലോമീറ്ററോടെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞു. നല്ല മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് വണ്ടി എടുത്ത് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഈ ഫ്ലാറ്റ് ബെഡ് വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ക്രോസ് ചെയ്തിട്ട് പറയാം. പക്ഷേ വണ്ടി റോഡിലേക്ക് ഇറക്കിയിട്ട് പറയാം. ഓക്കെ ഇത് ഇച്ചിരി ടാസ്ക്കാണ്, അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫ്ലാറ്റ് ബെഡ് പോലത്തെ ഈ ഒരു ടോട്ടറൊക്കെ എടുക്കാനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കുറേ പേരായിട്ട് ഇങ്ങനെ വിളിക്കുന്നു. നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ഒരു വണ്ടിയുണ്ട്, നമ്മുടെ പഴയ മോഡൽ അംബാസിഡർ, അതുപോലെ കുറേ വണ്ടികളുണ്ട്, വിളി വരുന്നുണ്ട്. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി അവർ ഇതുവരെ അനക്കാതിട്ടേക്കുമായിരുന്നു. നല്ല സ്പീഡ് കയറി വണ്ടിക്ക്. ഓക്കെ, അപ്പം ഒരു 2-5-6 വർഷം ഇങ്ങനെ അനക്കാതിട്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോകാനായിട്ടൊരു ടോ ട്രക്ക് കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനത്തെയുള്ള വണ്ടിയൊന്നും വേണ്ടാന്ന് വെച്ചു. കാരണം അങ്ങനെയുള്ള വണ്ടി എടുത്ത് പണിഞ്ഞാലും എനിക്ക് ഒരു ഇതാണ്, എത്ര രൂപയ്ക്ക് കൊടുക്കുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച് കൂടുതലും അങ്ങനെയുള്ള വണ്ടികളാണ് വിളി വരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് എന്തായാലും ഇനി ഒരു വണ്ടി എടുത്തേക്കാം, ഇല്ലെങ്കിൽ ഇനി കിട്ടുന്ന ഇത് മൊത്തവും കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇനിയൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുമുമ്പേ നമ്മുടെ ആ ഒരു ഷെഡിൻ്റെ, നമ്മുടെ ബസ് ഇടുന്ന ഷെഡിൻ്റെ അവിടെ ആയിട്ട് കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചായിരുന്നു. നമ്മുടെ ഈ ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടുന്ന് അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് വിളിയും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു വണ്ടി എടുത്തുകൊണ്ട് പോകാനൊക്കെ. ഓക്കെ, ഇത് സെക്കൻഡ് ഹാൻഡ് ഫോർച്യൂണറാണ്. സെക്കൻഡ് ഹാൻഡായിട്ട് ആ പുള്ളി വാങ്ങിച്ചതാണ്. വാങ്ങിച്ചൊരു 4 months ആയെന്ന് തോന്നുന്നു. അതിനുള്ളിൽ ഈ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു റൂട്ടിൽ കയറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ നേരത്തെ കാണുന്നവരാണ് അറിയാൻ പറ്റും. നമ്മൾ കൂടുതലും വന്നേക്കുന്ന ഈ ഒരു റൂട്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട്. ഇവനെ കെട്ടി വലിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ഗൈസ്. നമ്മുടെ ബസ് വല്ലതും ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഇതും കൊണ്ടൊന്നും പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ പണ്ടത്തെ ആ ഒരു റിക്കവറി വാൻ തന്നെ തിരിച്ചെടുക്കേണ്ടി വരും. ഏതാണ് മറ്റേ നമ്മുടെ SK റിക്കവറി വാനും കാര്യങ്ങളൊക്കെ, അത് പണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അനക്കാതെ എവിടെയും കൊണ്ട് ഇട്ടേക്കാണ്. എവിടെയാണെന്ന് ഓർക്കുന്നില്ല. വീടിൻ്റെ ബാക്കിലാണെന്ന് തോന്നുന്നു. അതല്ല, വീടിൻ്റെ ബാക്കിലല്ല. ഗൈസ് നമ്മളത് കൊടുത്തല്ലേ? ഞാനത് ഓർക്കുന്നില്ല. നമ്മൾ ഫ്രീ ആയിട്ടൊരു പുള്ളി ചോദിച്ചപ്പോൾ അങ്ങ് കൊടുത്തു. ഒരു വണ്ടിപ്രാന്തം വന്ന് ചോദിച്ചു ഈ വണ്ടി തരുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ എന്ന്. പുള്ളി അത് അഴിച്ചു പറിച്ച് സ്റ്റിയറിംഗ് എല്ലാം എടുത്തിട്ട് ഒരു ഗെയിമിംഗ് സെറ്റപ്പൊക്കെ ഉണ്ടാക്കി എന്നാണ് കേട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങ് കൊടുത്ത് ഗൈസ്. എന്തിനാണ് അത്രയും പഴകിയൊരു വണ്ടി, എൻജിന് നല്ല വില കിട്ടും, എന്നാലും നമ്മളങ്ങ് കൊടുത്ത് ചുമ്മാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാൻ നോക്കുക ഗൈസ്. നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ ഇൻസ്റ്റാ ലിങ്കും ഒക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ, ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ തന്നെ റിട്ടേൺ വന്നിരിക്കുകയാണ്. ഓക്കെ, മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മഴയത്ത് ഈ വണ്ടിയും കൊണ്ട് കയറ്റം കയറുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്ത് സംഭവിക്കുമെന്ന്. നമ്മളെന്തായാലും പണി ഏറ്റുപോയി. ഓക്കെ, കയറ്റം കയറാൻ പറ്റത്തില്ല, നമ്മളൊന്നും ചെയ്യത്തില്ല. ഫോർച്യൂണർ നേരെ അവിടെ ഇട്ടിട്ട് നമ്മൾ പോകും. കാരണം അവരെ വിളിച്ച് പറഞ്ഞിട്ട്. കാരണം എന്താണ്, ഈ ഒരു വണ്ടി നശിച്ചാലും ഫോർച്യൂണർ നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടിക്കൊന്നും പറ്റരുത്. കാരണം ഒരു കയറ്റവും വരുന്നു. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ വണ്ടി എടുത്ത ഉടനെ 4 ടയറും മാറ്റണമെന്ന് വിചാരിച്ചായിരുന്നു. 6 ടയറും മാറ്റണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നടന്നില്ല. അതിന് മുമ്പ് ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന്. അതാണ് ഞാൻ പോസ്റ്റർ കൊണ്ട് ഒട്ടിച്ചത്. എന്തായാലും പെട്ടെന്ന് കിട്ടി. എന്നാലും നമ്മളത് ഫസ്റ്റ് ട്രിപ്പ് കളയാണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ എടുത്തതാണ്. ഓക്കെ, എന്തായാലും ഗ്രിപ്പൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല, നമ്മൾ നോക്കിയില്ല. കുഴപ്പമില്ല, കയറുന്നുണ്ട്. നമ്മുടെ മിസ്തുബിഷിയുടെ പവർ കാണിക്കൂ. നമ്മുടെ വണ്ടി മിസ്തുബിഷിയുടെയാണ്. അപ്പോൾ പവർ കാണിക്കടാ, മിസ്തുബിഷിയുടെ പവർ കാണിക്കടാ. ഓക്കെ, നമ്മുടെ മിസ്തുബിഷിയുടെ പവർ കാണിച്ചുകൊണ്ട് ഇതാ നമ്മുടെ വണ്ടി കയറ്റം കയറിയേ ഗൈസ്. അപ്പം തേഞ്ഞ ടയറൊന്നും അല്ലായിരുന്നു, അവർ പുത്തൻ ടയർ ഇട്ടാണ് തന്നെ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ ദ പുത്തൻ ടയേഴ്സ്. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചാൽ ഈ വൈപ്പറിൻ്റെ പിടിയൊന്ന് മാറണം. വൈപ്പർ ഇടുന്ന ആ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം. എന്താണെന്ന് വെച്ചാൽ ഈ വൈപ്പർ ഇതേ കണ്ടില്ല, അത് ഒടിഞ്ഞിരിക്കുവാണ്. നമ്മൾ വൈപ്പർ നിർത്താൻ നോക്കിയിട്ട് ഭയങ്കര റിസ്ക്കാണ്.
ഓക്കെ, പിന്നെ മഴ പെയ്യുമ്പം എന്താണ് വിൻഡ് ഷീൽഡിൽ വന്ന് അടിക്കും, ഒന്നും കാണാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കഷ്ടിച്ച് വൈപ്പർ ഇട്ടത്. എന്തായാലും ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി പോകുന്നു ഗൈസ്. നമ്മുടെ വൈപ്പറിൻ്റെ ആ ഒരു സാധനം മാറണം ഗൈസ്. ആ ഒരു എന്താണ് ആ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം, ഇല്ല പണിയാണ്. നമ്മൾ വൈപ്പർ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു റിസ്ക് ടൈമിൽ നമ്മൾ കയറ്റമൊക്കെ കയറുമ്പം നമ്മൾ വൈപ്പർ ഓഫ് ചെയ്യാനൊന്നും പറ്റാതെ വരും, പിന്നെ അതിൻ്റെ കാര്യം അങ്ങ് വിട്ടുപോകും. ഓക്കെ, അപ്പം കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ വൈപ്പറെ പിടിക്കാൻ പോയാൽ പിന്നെ ആക്സിലേറ്ററും എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് വണ്ടിയും നമ്മളിവിടെ താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും ഉടനെ നമ്മൾ ഒരു അപ്ഗ്രേഡൊക്കെ നടത്തും. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കളറും കാര്യങ്ങളൊന്നും മാറ്റാൻ പ്ലാനില്ല. ഓക്കെ, 24 മണിക്കൂർ സർവീസൊക്കെ ഉണ്ട്. രാത്രി ഞാൻ കിടന്നുറങ്ങും, അത് കഴിയുമ്പോൾ ഈ ബംഗാളി അങ്ങനെ പറഞ്ഞു വിടും. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, പകൽ നമ്മൾ ഓടിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വെക്കും പകൽ. അല്ല പിന്നെ ഈ പകലും നൈറ്റ് ഈ ബംഗാളി മാമനെ വെക്കും. അതാകുമ്പോൾ നമുക്ക് ഓടണ്ടല്ലോ, പുള്ളിക്ക് പറയുന്ന പൈസയും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് അടുത്തു, ഇച്ചിരി ദൂരം കൂടെ ഉള്ളിനി. ഓക്കെ, ഞാൻ വന്നിട്ടുള്ള വർക്ക്ഷോപ്പാണ്. ഞാൻ വിചാരിച്ചില്ല അതായിരിക്കുമെന്ന്. എന്തായാലും ഈ ഒരു റൂട്ട് കണ്ടപ്പോഴും മനസ്സിലായി. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു പൊളിഞ്ഞൊരു ബസ്സും ഉണ്ട്, സ്ക്രാപ്പ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ബാക്കിലോട്ട് ഇറക്കി അങ്ങ് വെയിലത്തിടണ്ട. നമ്മുടെ വണ്ടി കസ്റ്റമർ കെയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി വെയിലത്തിടണ്ട, അകത്തോട്ട് കയറ്റി അങ്ങ് ഇട്ടേക്കാം. ഇവിടെ നമ്മുടെ നമ്മുടെ വർക്കർമാരെ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അവർ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ കൊണ്ട് വണ്ടി നൈസായിട്ട് ഇട്ടിട്ട് നമുക്കങ്ങ് പോകാം ഗൈസ്. ഓക്കെ, ബമ്പറിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എവിടെയെങ്കിലും തട്ടുമ്പം കാണാം ഗൈസ്, ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്. ബമ്പർ കിടന്ന് ഇങ്ങനെ വിറയ്ക്കും എവിടെയെങ്കിലും തട്ടുന്ന പറഞ്ഞേ. ഓക്കെ, നമുക്ക് നമ്മുടെ നൈസായിട്ട് നമ്മുടെ വണ്ടി ഇറക്കാം. ഓക്കെ 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 തട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട്. ഓക്കെ, സെറ്റ്. കുഴപ്പമൊന്നുമില്ലാതെ ഫോർച്യൂണറൊക്കെ അവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ഒന്നും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങി അങ്ങ് പോവാം. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ വെയിൽ കൊള്ളാതെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം ഗൈസ്. അധികം നമ്മളിവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ 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 വിജയകരമായി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ ബൈ.